this is ഇന്ന് നമുക്കൊരു മോർണിംഗ് റുട്ടീൻ ആയാലോ? അങ്ങനെ വെറും മോർണിംഗ് റുട്ടീൻ അല്ല, ഒരു സ്കൂളുള്ള ദിവസത്തെ മോർണിംഗ് റുട്ടീനാണ്. അപ്പോൾ ഞാൻ രാവിലെ ഒരു 5 o'clock ഒക്കെ ആയപ്പോൾ എണീച്ചു. അങ്ങനെ രാവിലെ എണീച്ചപ്പോൾ തന്നെ ഞാൻ ആദ്യം ചെയ്യുന്ന കാര്യം ബെഡെല്ലാം റെഡിയാക്കി വെക്കുന്നതാണ്. അങ്ങനെ ബെഡെല്ലാം റെഡിയാക്കി വെച്ചാൽ നമുക്ക് ഫസ്റ്റിനൊരു പോസിറ്റീവ് വൈബ് കിട്ടും. പിന്നീടൊക്കെ മാറ്റി വെച്ചാൽ പിന്നെ നമ്മളത് ചെയ്യില്ല, മടിയായിട്ട്. അങ്ങനെ ഒരു മടിയുടെ എക്സാമ്പിളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇത് ഇന്നലെ രാത്രി മടിയായിട്ട് ഞാൻ ചെയ്യാതെ വെച്ച ടാബിളാണ്, അതായത് റെഡിയാക്കാതെ വെച്ച ടാബിളാണ്. പിന്നെ രാവിലെ എണീച്ചപ്പോൾ തന്നെ മുടിയൊക്കെ ഒന്ന് കോംബ് ചെയ്ത് റെഡിയാക്കി വെക്കും. രാവിലെ എണീച്ചപ്പോൾ തന്നെ നമുക്ക് ഗേൾസിന് അറിയാം നമ്മുടെ മുടി എങ്ങനെ ഇരിക്കുന്നു. അങ്ങനെ അതിന് ശേഷം ഞാൻ ബ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രഷ് എടുക്കാൻ പോയപ്പോൾ പുറത്തൊക്കെ ഭയങ്കര ഇരുട്ടാണ്. ഒരു 6 o'clockനൊക്കെയാണ് ഞാൻ എണീക്കാറെങ്കിൽ ഞാൻ പുറത്തുനിന്നാണ് ബ്രഷ് ചെയ്യാറുള്ളത്. ഇപ്പോൾ ഇരുട്ടായതുകൊണ്ട് നമുക്ക് പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റില്ല. ശേഷം സുബഹിയെല്ലാം നിസ്കരിക്കുകയാണ്. അങ്ങനെ നിസ്കാരത്തിന് ശേഷം കുറച്ച് സമയം ഖുർആനെല്ലാം ഓതി നേരെ റൂമിലേക്ക് വന്നിട്ട് ഫസ്റ്റത്തെ പണി നടന്നത് നമ്മുടെ വാട്ടർ ബോട്ടിൽ വെള്ളം ഉണ്ടാവില്ല. സോ നമ്മൾ ആദ്യം തന്നെ വെള്ളം നിറച്ച് വെക്കണം. അപ്പം നമ്മൾ എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കണം. പ്രത്യേകിച്ച് സ്റ്റുഡൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ വെള്ളം കുടിക്കാം. എന്നാലേ നമുക്ക് പഠിക്കാനാണെങ്കിലും ഹെൽത്തിനാണെങ്കിലും ഒക്കെ നല്ലതായിട്ടിരിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ നിസ്കാരവും പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഈ ഒരു സമയമായിട്ടുണ്ടായിരുന്നു. ആൻഡ് പിന്നെ ഒരു കാര്യം, സ്റ്റുഡൻസിന് മാത്രമൊന്നുമല്ല, എല്ലാവർക്കും ഹെൽത്ത് നന്നായിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കണം. നല്ല ഗ്ലോയി സ്കിന്ന് കിട്ടാനും എപ്പോഴും ഹെൽത്ത് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനും വാട്ടർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ എന്തായിട്ടാണ് സ്ട്രഗിൾ ചെയ്യുന്നത് ചോദിച്ചാൽ, അഫ്കോഴ്സ് എൻ്റെ ബാക്ക്ലോഗ്സ് ആയിട്ടാണ്. കുറച്ചധികം ബാക്ക്ലോഗ്സ് എന്നെ കാണാനുണ്ട്. ഓണം എക്സാം ആകുമ്പോഴത്തേന് ഇതെല്ലാം കണ്ട് പഠിച്ച് തീർക്കണം. എനിക്ക് അറിഞ്ഞൂടാ ഇത് തീരുമെന്ന്. എന്തായാലും ഞാൻ തീർക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതാണ്. ഐ ട്രൈ മൈ ബെസ്റ്റ്. അങ്ങനെ ഇപ്പോൾ ഞാൻ കെമിസ്ട്രീൻ്റെ ക്ലാസ്സാണ് കാണാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ ഓണം എക്സാം കഴിഞ്ഞാൽ ഇമ്പ്രൂവ്മെൻറ്റിനും കൂടി ഉള്ളത് നോക്കണം. ഞാൻ എന്തായാലും ഓണം എക്സാം കഴിഞ്ഞിട്ട് ഇമ്പ്രൂവ്മെൻറ്റും കൂടി പഠിച്ച് തുടങ്ങാമെന്നാണ് കരുതുന്നത്. നിങ്ങൾ എത്ര സബ്ജക്ട്സ് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ടെന്നൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പം ഞാൻ നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത് 2 സബ്ജക്ട്സ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഇംഗ്ലീഷും മാത്സും. ബാക്കിയുള്ളതൊന്നും ചെയ്യേണ്ട ാണ് ഞാൻ കരുതുന്നത്. നിലവിൽ ഇപ്പോൾ ഇങ്ങനെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇനി വല്ല മാറ്റം വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഈ ക്ലാസ്സുകളൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഞാൻ എന്ന് പഠിക്കാൻ തുടങ്ങാനാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഓണം എക്സാമിനാണെങ്കിൽ ആകെ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ഉള്ളത്. അതിൻ്റെ ഇടയിൽ ഈ ഒരു ക്ലാസ്സുകളും പഠിക്കലൊക്കെ തീരുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ പറഞ്ഞ് നമ്മുടെ കെമിസ്ട്രി ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാനൊരു ബ്രേക്ക് എടുക്കാമെന്ന് കരുതിയിട്ട് കടൽ ക്ലൗഡിൽ ആര്യ ചേച്ചിൻ്റെ പുതിയ വീഡിയോ ഉണ്ടായിരുന്നു, അത് കാണായിരുന്നു. അപ്പം ഞാൻ കരുതി വെറുതെ കാണണ്ട, റെക്കോർഡിൽ ഒരു ചിത്രം കൂടി കംപ്ലീറ്റ് ആക്കുന്നതിൻ്റെ കൂടെ കാണാമെന്ന് കരുതി. അങ്ങനെ ഞാൻ നിങ്ങൾക്ക് എൻ്റെ പോർട്രേറ്റ് റെക്കോർഡൊക്കെ ഇങ്ങനെ കാണിച്ചു തരാറില്ലേ ചില വീഡിയോസിലൊക്കെ. അപ്പം ഞാൻ കുറച്ചും കൂടി വരച്ചിട്ടുണ്ട്, അതും കൂടി കാണിക്കാമെന്ന് കരുതി. അതെ ഗൈസ്, ഏകദേശം എൻ്റെ പോർട്രേറ്റ് റെക്കോർഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. മിസ് എപ്പോഴോ സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞതാണ്, ബട്ട് എൻ്റെത് കുറച്ചും കൂടി ചെയ്യാണ്ട്. ഈ ലാസ്റ്റത്തെ കുറച്ച് പിക്ചേഴ്സ് ഞാൻ ജസ്റ്റ് റഫായിട്ട് മാത്രമേ വരച്ചിട്ടുള്ളൂ. അപ്പോൾ അതൊന്ന് ഷെയ്ഡിങ്ങും കൂടി ചെയ്യാണ്ട് പ്ലാന്റ് ഫിസിയോളജീൻ്റെ ഭാഗം കൂടി കംപ്ലീറ്റ് ആക്കുക എൻ്റെ പോർട്രേറ്റ് റെക്കോർഡ് കഴിയും. ഇനിയും ബാക്കി റെക്കോർഡുകൾ അവിടെ കിടക്കല്ലേ. എന്തായാലും ആര്യ ചേച്ചിൻ്റെ കടൽ ടോക്സിലെ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കടൽ ക്ലൗഡിലെ ആര്യ ചേച്ചീൻ്റെ വീഡിയോ കാണുന്നത്. ഭയങ്കര രസമാണ് ചേച്ചീൻ്റെ സംസാരമാണെങ്കിലും വീഡിയോസ് ആണെങ്കിലും ഒക്കെ. അങ്ങനെ അത് കണ്ടിട്ട് വരയ്ക്കാൻ നേരത്തി. റെക്കോർഡിലെ ഒരു പിക്ചർ ഞാൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഞാൻ മാത്സിൽ ഡിറ്റർമിനൻസിൻ്റെ ക്ലാസ് കാണാൻ വേണ്ടിയിട്ടിരുന്നു. എനിക്ക് വേറെ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസിൻ്റെ ക്ലാസ്സും കൂടി കംപ്ലീറ്റ് ആക്കാനുണ്ട്. അപ്പോൾ ഞാൻ കരുതി സ്കൂളിലിപ്പോൾ നമുക്ക് ഡിറ്റർമിനൻസ് ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു സ്കൂളിൻ്റെ ഒപ്പം പോകാമെന്ന്. എന്നിട്ട് പിന്നെ ബാക്കി പിന്നീട് കാണാമെന്ന് കരുതി. അങ്ങനെ കുറച്ച് സമയം ക്ലാസ് കണ്ടപ്പോഴേക്കും ഇത്ര സമയത്തുണ്ടായിരുന്നു. ഇനിയും നമ്മൾ ക്ലാസ് നിർത്തിയിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും, നമ്മൾ സ്കൂളിലെത്താൻ വേണ്ടിയിട്ട് വൈകും. അതുകൊണ്ട് ഞാൻ ക്ലാസ് ചെറുതായിട്ടൊന്ന് നിർത്തി വെച്ചു. മൊത്തമായിട്ട് കാണലൊന്നും കഴിഞ്ഞിട്ടില്ല. എന്നിട്ട് ടേബിളെല്ലാം റെഡിയാക്കി വെക്കാമെന്ന് എഴുതി. കാരണം ഈ ടേബിളിൽ വെച്ചിട്ട് വേണം എനിക്ക് അയൺ ചെയ്യാൻ വേണ്ടി. അങ്ങനെ അയൺ ചെയ്യാൻ നിന്ന ഞാൻ എന്തുകൊണ്ട് ഇപ്പോൾ എഴുതുന്നതെന്ന് വെച്ചാൽ എനിക്കൊരു ഇത്തിരി എഴുതാണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട് എനിക്ക് സെൻഡ് ചെയ്തെന്ന നോട്ട്സിൽ നോക്കിയിട്ട് തന്നെ അതുകൂടെ ഒന്ന് എഴുതാമെന്ന് എഴുതി.
അങ്ങനെ എന്തുകൊണ്ട് ഇത്രയും ധൃതിപ്പെട്ട് ഞാൻ എഴുതുന്നതെന്ന് വെച്ചാൽ ഞാൻ ഇനിയിപ്പോൾ ഇത് എഴുതിയിട്ടില്ലെങ്കിൽ ഞാനിത് മാർക്ക് എഴുതാൻ വേണ്ടിയിട്ട്. ഇത് തന്നെ ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് വിട്ടു വെച്ചിട്ടുണ്ടായിരുന്ന പേജാണ്. അപ്പോൾ ഞാൻ കരുതി ഇന്നിപ്പോൾ എന്തായാലും ഇത് കംപ്ലീറ്റ് ആക്കാമെന്ന്. അതായത് ഒരു കുറച്ച് മാത്രമേ എനിക്ക് എഴുതാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അന്നെല്ലാം കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഇന്ന് പുട്ടും അതുപോലെ തന്നെ പുഴുങ്ങിയ പഴം കൂടെ ആയിരുന്നു. അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ഷുഗറും കൂടി കൂട്ടിയിട്ടാണ് കഴിച്ചത്. ശേഷം ഞാൻ അയൺ ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. അങ്ങനെ അയണെല്ലാം ചെയ്തിട്ട് ഞാൻ സ്കൂളിലോട്ട് പോകാൻ വേണ്ടിയിട്ട് റെഡിയായി. അപ്പോൾ അത്ര ഉണ്ടായിരുന്നുള്ളൂ ഒരു മോർണിംഗ് റൊട്ടീൻ. ഇങ്ങനെയാണ് ഞാൻ സ്കൂളിലൊക്കെ പോകുമ്പോഴുള്ള ഒരു മോർണിംഗ് റൊട്ടീൻ എന്ന് പറയുന്നത്. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ.